അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പറ്റി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ചതച്ചെടുക്കാനുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് കുറച്ച് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് തന്നെ മുളകിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൊലിയോട് കൂടിയിട്ടുള്ള ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ചിക്കനും ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ചിക്കൻ്റെ എല്ലാ സൈഡും കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല, പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഏകദേശം നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതുപോലെയൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കുറച്ചിട്ട് വേണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതുപോലെയൊക്കെ കാന്താരി വെച്ചുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കാന്താരി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പച്ചമുളക് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കാന്താരി മുളക് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയാണ്. നമ്മളെല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ കാന്താരി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓളിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.